ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 2 സർവൈവൽ സീരീസ്. നമ്മളൊരു ബക്കറ്റ് മല അതിൻ്റെ അകത്താണ്. അതുകൊണ്ട് അമ്മേ ഈ ക്രീപ്പറിന് എന്നെ നോക്കുന്നുണ്ടാ? പോ 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 അവിടെ നിന്ന് ഓടിപ്പോക്കോ, കയറിപ്പോക്കോ. ഇനി വായോ, അടക്കി പോടാ. ക്രീപ്പറെ ഇൻട്രോ തുടങ്ങിയപ്പോൾ തന്നെ വന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ അവൻ. ഇത് ഓട്ടോ ഇതെവിടെ പോരാ, കയറുന്നു. കൊന്നങ്ങനെ പറയാം. ഒരു ഗൺ ബോർഡർ ഫ്രീ, ഒന്ന് ഫ്രീ. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വുഡ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. വുഡ് കളക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട്. കയറി 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 കയറി. എവിടുന്നോ സൗണ്ട് വരുന്നുണ്ട്. ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അയ്യോ, ഞാൻ വീണു. പ്രകാശ്, ഈ സ്ക്രീൻ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ചത്തുപോയി. ടാറ്റാ. എൻ്റെ സ്പോൺ. ഓ, ആ ക്രീപ്പർ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഗൈസ്. ഇനി ഞാൻ മല കയറണ്ടല്ലോ, ഞാൻ മലയുടെ മുകളിൽ തന്നെ വന്നല്ലോ. എനിക്കിനി മരം മുട്ടിയിട്ട് നേരെ അങ്ങ് താഴെ പോയാൽ മതി. ഓ, എന്തൊരു ഭാഗ്യം. ക്രീപ്പറേ നന്ദിയുണ്ടേ, നന്ദി നന്ദി ക്രീപ്പറേ, ക്രീപ്പറേ നന്ദിയുണ്ട്. നമുക്കിതങ്ങ് പൊട്ടിക്കാലോ. ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവൽ സീരീസ് പാർട്ട് 1. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാനിട്ടിരുന്ന നേരത്തെ സർവൈവൽ സീരീസ് അവിടെ പോയെന്ന്. അപ്പം അത് പോയി ഗൈസ്, ആ വേൾഡ് തന്നെ പോയി. പിന്നെ ഞാനിത് തുടക്കത്തിൽ തന്നെ കുറച്ച് ഗെയിം ഈസി ആവാനായിട്ട് ഞാൻ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ബൗൺസ് ടെസ്റ്റ് എന്ന് പറയുന്ന മൈൻക്രാഫ്റ്റിനകത്ത് തന്നെ ഒരു സംഭവം അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചെസ്റ്റ് എനിക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാകും. ചെസ്റ്റ് കാണുന്നില്ലല്ലോ, അതല്ലേ? യെസ്, ഐ ഗോട്ട് ഇറ്റ്. അയ്യോ ഡാമേജത്തെ ഞാത്തെന്തോ കൊള്ളാം, നല്ല സാധനങ്ങളുള്ള. അപ്പോൾ ഇതെല്ലാം കൂടെ പുറത്തൊന്നും എടുത്തേക്കാം. ട്രീ ബാബു തുടക്കം നമുക്കിതെല്ലാം കൂടെ എടുത്തേക്കാം ഗൈസ്. പൊട്ടാറ്റോ, ആപ്പിള്, ഫിഷ്, സാപ്ലിങ്. എന്തോ മറ്റേ ബ്രൗണിൻ്റെ ഇതല്ലേ? ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റിക്കുണ്ട്, അതും കൂടെ എടുക്കാം. ഈ സ്റ്റോണിൻ്റെ ആക്ഷൻ, വുഡിൻ്റെ പിക്ക് ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടും കയ്യിലോട്ടങ്ങ് പിടിച്ചേക്കാം. ഇത്രയും സാധനങ്ങൾ കിട്ടി, എന്തായാലും നല്ല കാര്യം. ഇതെന്തോ മെലൺ സീഡായിരുന്നു. ഞാൻ ഓർത്ത് മറ്റേ ഈ സാധനം തന്നെയാണ്, കോക്കാബീൻ്റെ. എന്നിട്ട് നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് കൂട്ടിച്ചെടുത്തേക്കാം. എന്നിട്ട് തുറക്കാം. എന്നിട്ട്
നാളെ ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഗൈസ്, പിന്നെ ഈ സീഡ് വേണമെങ്കിൽ ഞാൻ ഈ തന്നേക്കാം. ഈ സീഡ് കണ്ടിട്ട് ഇത് ഞാൻ ബെഡ് റോക്കിലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. രാവിലെ കിട്ടുന്നതാണ്, ബട്ട് ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കറിയത്തില്ല. ഇതിലായിട്ട് നമുക്ക് താഴോട്ടിറങ്ങാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ സ്റ്റോണിങ് കളക്ട് ചെയ്തേക്കാം. മമ്മി തെങ്ങ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് 3 സ്റ്റോൺ മതി, എന്നാലും നമുക്ക് ഒത്തിരി എടുത്തേക്കാം ഗൈസ്. പിന്നെ ഞാൻ ഈ സൈഡ് യൂട്യൂബിൽ നിന്ന് എടുത്തതാ. ഈ വെള്ളം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണോ അറിയത്തില്ല, പക്ഷെ ഇതിന് സാമ്യമുള്ള സൈഡ്. അപ്പം എന്തായാലും നല്ല കഴിവ്. ഈ സാധനം നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകണം. അതുകൊണ്ടല്ല, തുടക്കത്തിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. ഇതിലായിട്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു താൽക്കാലിക വീട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു നോക്കാം. അവിടെ പണിയല്ലേ. ഓടിക്കോ ചാടിക്കോ ഓടിച്ചാടിക്കോ. അല്ലേ വേണ്ട, കുറച്ചങ്ങോട്ട് നീക്കി പണിയാ, അതായിരിക്കും നല്ലത്. പൊട്ടിക്കൂ 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 പൊട്ടിക്കൂ. ഞാൻ ഇവിടുത്തെ കുറച്ച് ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സ്റ്റോണിൻ്റെ ഇതുണ്ടാക്കാം. സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. കാരണം എന്താ വെച്ചാൽ ഈ വുഡ് വെച്ച് പൊട്ടിക്കാൻ ഒത്തിരി നേരം എടുക്കും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ വുഡെല്ലാം കൂടെ നമുക്ക് പ്ലാങ്ക് ആക്കി വെച്ചേക്കാം. 2 കയ്യിരുന്നിട്ട് വേണേൽ ചാക്കോളാക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള 3 ഡോറ്. ഈ 3 ഡോറും എന്തിനാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇതിനു വേണ്ടി. അപ്പം നമുക്ക് കയറാം. ബ്രിഡ്ജ് കിട്ടിയതുകൊണ്ട് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഡോറ് വെച്ചു. ഇനി ഈ 2 ഡോറുണ്ട്, അതും നമുക്ക് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാനുണ്ട്. കുഴിയല്ല. എൻ്റെ ഡബിൾ ഡോറ് ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഇറങ്ങാനായിട്ട് 2 ഡോറ് വേണം ഗൈസ്. ഇനി ഇവിടെ ഒരു ഡോട്ട് അതുപോലെ തന്നെ തിരിച്ചു വെക്കുക. ഇനി ട്രാപ്പ് ഡോർ ഉണ്ടാക്കാനുള്ളതുണ്ടോ എൻ്റെ ഒരു ഇല്ല. അപ്പോൾ ഒരു ട്രാപ്പ് ഡോറിന് 3 വേണ്ടത്. ഇതിങ്ങനെ വെച്ചാൽ കിട്ടുമോ? ഇല്ല. സെപ്പറേറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ വെച്ചാലോ ക്രാഫ്റ്റിൻ്റെ ഒക്കെ കിട്ടും. അല്ല, ഈ സ്ലാബ് അങ്ങനെ ഉണ്ടാക്കുന്നത് ബെസ്റ്റ്. എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ഒരെണ്ണം പോലും മുറിച്ചില്ല. അപ്പോൾ കുറച്ച് ഇതൊന്ന് മുറിച്ചിട്ട് അങ്ങ് പോയേക്കാം. അടുത്ത തന്നെ ഒരു ട്രീ നിൽപ്പുണ്ട്, നമുക്ക് അത് തന്നെ അങ്ങ് മുറിച്ചേക്കാം. അതിന് മുമ്പ് ഈ ഷീപ്പിനൊന്നുമല്ല, ഒരു ബെഡ് ഉണ്ടാക്കാൻ ഒരു കൂടെങ്കിലും കിട്ടട്ടെ. അത് താഴെ വേണ്ടി എത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നാടാണ് ഓർത്ത് ഡ്രോപ്പ് ചെയ്തില്ലെന്ന്. ഓക്കെ, സ്പീഡ് പോട്ടെ. പൊട്ടിക്കൂ. ഇനി നമുക്ക് ഇവിടെ മുഴുവൻ പൊട്ടി വെറും 3 ലോഗിന് വേണ്ടി എത്ര വെറും 4 ലോഗ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ആ മരം പോയി മുറിച്ചത്. എന്തൊരവസ്ഥയാണ്. സാരില്ല, 4 ലോഗിന് അത്യാവശ്യം കിട്ടുമായിരിക്കണം. ലോഗെടുത്ത് വെക്കൂ. പ്ലാങ്ക്. എത്ര? 18 കിട്ടി. 18 കിട്ടി. ഒരു 2. എന്നിട്ട് ഈ ഡോറങ്ങ് മാറ്റൂ. ഇങ്ങോട്ട് വെക്കൂ. അയ്യോ ഇനി മുതൽ ഇതാണ് എൻ്റെ വീടിൻ്റെ ജനൽ.
കറക്റ്റ് എണ്ണം. ഒരു സെക്കൻഡ് പുറത്തുനിന്ന് നോക്കണം, എന്നാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അയ്യോ ബ്ലോക്ക് വരയ്ക്കുക, ഇങ്ങോട്ട് വെക്കുക, അങ്ങനെ അത്രയുള്ള പരിപാടി. ഇതാണ് നമ്മുടെ വീട്. പുറത്തുനിന്ന് ഞാൻ കാണിച്ചത്. ഇതൊരു കുഞ്ഞു വീട്, നമുക്ക് ഇനിയും വലുതായിട്ട് പണിയുണ്ട്. ഇപ്പോഴത്തേക്ക് സാമ്പിൾ. പശു പശു ചാടി അടിച്ചാലോ? എന്തി നാണ്ടോ കൊണ്ടില്ല, പക്ഷേ പൊക്കം കൂടുതലായി. ഇതിനകത്ത് കോപ്പറിൻ്റെ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഉണ്ടാക്കണം. അതിൻ്റെ മുമ്പ് ഒരു ഷീപ്പ് പോലും ഇല്ലേ? ഒരു ഷീപ്പ് പോലും ഇല്ല. അന്തരായിട്ട് നമുക്ക് വീട്ടിനകത്ത് കയറാൻ രാത്രിയാകുന്നുണ്ടെന്ന് തോന്നുന്നല്ല, രാത്രിയായി. ഇതിനകത്ത് ടൈം അറിയാൻ പറ്റുമായിരുന്നു. നോക്കി ഈ വഴി ഇങ്ങനെ നോക്കി. ഇതെന്തോന്നാണ്? ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചുതരാം. കണ്ടോ? നല്ല സ്ഥലമാണ്. പൊട്ടിക്ക് കണ്ട അതിങ്ങനെ വെച്ചാൽ മതിയായിരിക്കും. അതവിടെ കിടന്നിട്ട് സ്പൂൺ ആവട്ടെ. നല്ല ദിവസമാണ്. എന്തായാലും കുറച്ച് 4 ടോർച്ച് ഉണ്ടാക്കാം നമുക്കിപ്പോൾ. തൽക്കാലത്തേക്ക് 4 ടോർച്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് കുത്തി വെക്കാം. ഇവിടെ വരണം. ഇത്ര വട്ടം മതിയാ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വരണം സ്പോണാണ്, അതുകൊണ്ട് ഇവിടെ വരണം. ഓക്കെ, ഇനി നമുക്ക് പിക്കാക്സ് ആണ്ടാകത്ത് ചെയ്യുന്നു. നമുക്ക് ഇനി ഇവിടെ കുഴിച്ച് ഹങ്കറില്ല. സ്റ്റോൺ ഉണ്ടല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ. അയ്യോ ഇവിടെ പറഞ്ഞല്ലേ. ഇതെടുക്കുക, എന്നിട്ട് ഈ റബ്ബർ മാറ്റുക, ഇതെടുക്കുക, എന്നിട്ട് നേരെ ഇവിടെ വെക്കുക. കത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാലും നോക്കാം എന്തെങ്കിലും വെക്കാനായിട്ട്. ഇത് തന്നെ വെച്ച് ഇതും എടുത്ത് ഇവിടെ കത്തുവാണെ കത്തട്ടെ, അല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ ബൈ. നമുക്ക് ഈ സ്റ്റോണൊക്കെ ഒന്ന് കുറച്ചങ്ങ് പൊട്ടിച്ചേക്കാം. ഹാർട്ട്സും പോട്ടെ. ഹങ്കർ ഈ 4 തന്നെ ഞാൻ ഈ മല ഇറങ്ങിയപ്പോൾ പോയതാണ്. ഇത്രയും സ്ഥലം മതിയായിരിക്കും. എന്തായി? എല്ലാവരും ഇറങ്ങി. പറഞ്ഞു കഴിഞ്ഞില്ലോ സ്കെലട്ടൻ. ബൈ ബൈ. അങ്ങനെ ഞാനത് ഡേ ആക്കും. ഫുഡ് കഴിക്കാൻ നമുക്ക് ആയി. ഭാഗ്യമോ. ഇതും ഫുഡല്ലേ. പിന്നെ എന്നത്തിന് ഞാൻ ഈ മട്ടൻ കൊണ്ട് വേവിക്കാൻ കഴിച്ചാൽ പോരാണ്. അതിനായിട്ട് കഴിച്ചല്ലേ. ഇനി നമുക്കൊരു കുഞ്ഞ് ഫാമിംഗ് ഏരിയ ഉണ്ടാക്കാം. ബട്ട് വെള്ളമൊഴിക്കാൻ സ്ഥലമില്ലെന്നോ? വെള്ളമൊഴിക്കാൻ ബക്കറ്റില്ല. ബക്കറ്റ് ഉണ്ടെങ്കിലേ വെള്ളമെടുത്ത് ഇവിടെ ഒഴിക്കാൻ പറ്റുമുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു ഫാമിൻ്റെ കുഞ്ഞേരിയ അങ്ങ് ഉണ്ടാക്കി വെക്കാം. എൻ്റെ ഐഡിയ പൊട്ടറ്റോ ഫാം ചെയ്യാനാണ്. ഇവിടെ അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് 6 കേട്ടണം. 1 2 3 4 5 6 കറക്റ്റാണ്. എൻ്റെ ഡാറ്റ തീർന്നേ. ഒരു ഹോയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെയോ എല്ലാം ഉണ്ടാക്കാം. നല്ല സ്റ്റോണിൻ്റെ തന്നെ ഉണ്ടാക്കാം. അതായിരിക്കും ബെറ്റർ. അല്ല ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിനൊക്കെ വെള്ളം കിട്ടുമ്പോൾ ചെയ്താൽ പോലെ.
കുറച്ചു നേരം കഴിയുമ്പോൾ പഴയ പോലെ ആവും. ഇവിടെ നോക്കി ചെയ്യാൻ പറ്റും. ഇല്ല അല്ലേ വേണ്ട. ഡൗട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ട് എനിക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവാ. ചാട് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട്. ഇവിടെ നേരെ കോളുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ കിടന്നു. ധൈര്യത്തിലാണ് കളിച്ചത്. ചാട്. അതുമായി ഇനി ഇതും കൂടെ ഇതിപ്പോ ഒരു ഡെക്കറേഷൻ, പക്ഷെ ഇത് കുറച്ചു നേരം കഴിയുമ്പം കാലാണ്ടാവും. ഇത് പുറത്തേക്കൊരു ഡെക്കറേഷൻ മാത്രം. പകലായ എന്തോ പകലാകട്ടെ. ഇതിന്റെ വെളിച്ചടി അല്ല, ഇതിന്റെ വെളിച്ചടി പോയോ. എന്തൊരു രസം. ഇനി നമുക്ക് ഇവിടുത്തെ ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്തായാലും കാണിച്ചോണ്ട് നിൽക്കാം ഗൈസ്. ഈ 2 പോർക്കും ആ 2 ഫിഷും കൂടെ അങ്ങ് വേവിക്കാൻ വെച്ചേക്കാം. ഒരു കോളുണ്ട്, അതെടുക്കട്ടെ. ടാറ്റാ. ഇനി മേളിയുള്ള കുറച്ച് കോളങ്ങ് എടുക്കാം. ഇത് അടിച്ച് ഞാനില്ല കോബിൾ സ്റ്റോൺ. ഇനി കോബിൾ സ്റ്റോൺ എടുക്കുക. നല്ല പേരാ കോബിൾ സ്റ്റോൺ, ചേരുന്ന വരാം. നമുക്ക് 2 ബ്ലോക്ക് ഹൈറ്റ് ആക്കിയാലോ, അതല്ലേ ബെറ്റർ. പൊട്ടിച്ചോ 2 ബ്ലോക്കും പോട്ടെ, 3 ബ്ലോക്ക് ഹൈറ്റ്. കുറച്ച് ഞാൻ കൃത്യം 2 ബ്ലോക്ക് ഹൈറ്റ് വെച്ചത്. ഇത് പൊട്ടിക്കാലോ. ഫുഡ് കുക്കായോ? ആയാ. അയ്യോ, വെറുതെ അത് കളയണ്ട, നമുക്ക് പോക്ക് കുക്കിയെടുക്കാം. ഇനി ആ 2 ബ്ലോക്ക് നമ്മൾ അവിടെ തന്നെ വെക്കും. ഫാൻസ് ചെയ്യണ്ടോ, അവിടെ ഒന്നും ആരും ചാടാൻ പാടില്ല. അയ്യോ, കുഞ്ഞിരുന്നു. ഇത് എപ്പോഴാണ് തീരുന്നത്? ടോർച്ച് ഞാനടുത്ത് വേറെ വന്നു. അങ്ങനെ ഫുഡ് കുക്കാക്കി. ഇനി നമ്മളെന്ത് കുക്ക് ചെയ്യണം? ഒന്നും കുക്ക് ചെയ്യല്ല. അതിനാൽ നമുക്ക് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കി വെച്ചാലോ. ഉണ്ടാക്കാം. ക്യാമ്പ് ഫയർ ഇവിടെ കാണണമല്ലോ. ഇതിന് ഒരു ലോഗ് വേണം. പ്ലാങ്കിനെ നമുക്ക് ലോഗാക്കാൻ പറ്റൂ. ഇല്ല, കാര്യമില്ല. പകലാകൂ. എത്ര മിനിറ്റാണ് പകല്? ഒരു എൻട്രപ്പാളം നോക്കാമല്ലോ. ചാവായിരുന്നാൽ മതിയായിരുന്നു. അവിടെ 2 ബ്ലോക്ക്, ഇവിടെ 2 ബ്ലോക്ക് വെച്ചിട്ട് പോയാ. എൻഡർമാൻ പോയി. എൻഡർമാൻ വരുമ്പോൾ അവനെ കണ്ണിലോട്ട് നോക്കിയിട്ട് അവന് ഇതിനകത്തോട്ട് സ്പോണം. വന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ അടിച്ചടിച്ചു വരും. അയ്യോ, അടുത്തുണ്ട് ഏതോ ഒരുത്തൻ. രാവിലെ ആകുമ്പോൾ കത്തിപ്പോവാണ്. പറഞ്ഞില്ലേ പോയെങ്കിൽ നല്ലതായിരുന്നു.
അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.